ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പടിഞ്ഞാറ് ദർശനമായൊരു വീട്. ഇപ്പോൾ നമ്മൾ ഒരു വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നു. നമുക്ക് കിട്ടിയേക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമുള്ളൊരു ഭൂമിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാസ്തുപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നോക്കാം. അവിടെ കിണർ എവിടെ വരാം, സെപ്റ്റിക് ടാങ്ക് എവിടെ, ഗേറ്റ് എവിടെ, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എവിടെ വരാം, ഇതിൻ്റെ പ്രധാന ഡോർ എവിടെ വരാം, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി, കിച്ചൺ, സ്റ്റൗ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൽ ചെറിയൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ദർശനം എന്ന് പറഞ്ഞാൽ ഇപ്പം കിഴക്ക് ദർശനം അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പല ഡിഗ്രി വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഒരു ദിക്കെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിൽ ചിലപ്പോൾ പടിഞ്ഞാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറിൻ്റെ ലാസ്റ്റ് പോയിന്റിലാണ് നിങ്ങളുടെ ഡിഗ്രി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കറക്റ്റ് ഒരു കൺസൾട്ടനെ കാണിച്ചിട്ട് ഇത് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാലും ബേസിക്കായിട്ട് നമുക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടാണ്. ഇവിടെയാണ് റോഡ്, ഇതാണ് പടിഞ്ഞാറ് വശം, ഇത്. അപ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുകയാണല്ലോ ചെയ്യേണ്ടത്. ഡോറും പടിഞ്ഞാറ് വരുന്നതല്ലേ ഉത്തമം. ആദ്യം നമ്മൾ എന്തോ ചെയ്തു, ദിക്കുകൾ മനസ്സിലാക്കി. പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്ക്. തെക്കും കിഴക്കും കൂടെ കൂടിച്ചേർന്ന അഗ്നികോണ്, തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന കന്നിമൂല, വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന വായുകോണ്, വടക്കും കിഴക്കും കൂടിച്ചേർന്ന ഈശാനകോണ്. അങ്ങനെ 8 ദിക്കുകൾ എടുത്തു. അപ്പം ആദ്യം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം, അത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് എടുത്തു. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് 2 കാര്യങ്ങൾ, ഒന്ന് തല വയ്ക്കുന്നതും ഒന്ന് ക്യാഷ് വയ്ക്കുന്നതും. ക്യാഷ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ചു, വടക്കോട്ട് നോക്കി. അടുത്തത് ബെഡ് ഇടുന്നത് ഒന്നുകിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ തെക്കോട്ട് തല വെച്ച് കിടക്കാം, ഇങ്ങനെ ഇടാം. അങ്ങനെത്. അടുത്ത ഇതിൻ്റെ ഡോറ് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം. രണ്ടും വടക്ക് കിഴക്കാണ്. ഇത് വടക്ക് കിഴക്കിൻ്റെ കിഴക്കും ഇത് വടക്ക് കിഴക്കിൻ്റെ വടക്കും ഈ ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയായി. ഇനി സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു അങ്ങേറ്റം എത്തിച്ചൊരു സിറ്റ് ഔട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വലിയ വീടാണെങ്കിൽ പ്ലാനിൽ മാറ്റം വരും, കുറച്ചും കൂടെ എത്തിച്ചൊരു സിറ്റ് ഔട്ട് കൊടുക്കാം. ഇനി പ്രധാന ഡോർ ഈ പകുതിക്ക് ഇപ്പുറത്തോട്ട് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്താണ്. അവിടെ കൊടുത്തപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ലിവിങ് റൂമായിട്ട് മാറി. ലിവിങ് റൂമായിട്ട് മാറിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം. നമ്മൾ എന്ത് ചെയ്തു, ഇതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് കിച്ചൺ വേണം. കിച്ചണായിട്ട് എന്താ ചെയ്തു, കിച്ചൺ നമുക്ക് ഇവിടെ കൊടുത്തപ്പോഴത്തേക്ക് ഈ ഭാഗത്ത് കിച്ചണായി. ഇനി ടോയ്ലറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ക്ലോസറ്റ് എങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്ത് ക്ലോസറ്റ് തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കണം. ഇവിടെ നമുക്ക് വടക്കോട്ട് നോക്കി ക്ലോസറ്റ് വെച്ചു. ഷവർ നമുക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുന്നത് കൊള്ളാം. ഇത് ഈ പറയുന്ന എല്ലാ നിയമങ്ങളും നമുക്ക് ഒരു പക്ഷേ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും നിങ്ങളെ കൊണ്ട് ഒക്കുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് കിച്ചൺ വന്നു. കിച്ചണിൽ നമുക്ക് അടുപ്പ് എവിടെ, സ്റ്റൗ എവിടെ വരണം, തെക്ക് കിഴക്ക് വരണം. സിങ്ക് എവിടെ വരണം, വടക്ക് കിഴക്ക് വരണം. അപ്പോൾ അതും നമ്മൾ കറക്റ്റ് ചെയ്തു. ഈ അടുക്കളയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് ഇവിടെ ഒരു വാതിൽ കൊടുക്കാം. അവിടെ ഒരു വാതിൽ കൊടുക്കുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ അടുക്കളയുടെ കന്നിമൂലയാകുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ട് പോകണമെന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, എങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ആകുമ്പോൾ ഉച്ചത്ത് നിൽക്കും. തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ നിൽക്കും. അത് ഉത്തമമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും അടുക്കളയുടെ കന്നിമൂലയായിപ്പോയി. അതുകൊണ്ട് വേണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വന്നു. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മളുടെ ആ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാം. അപ്പോൾ ഇതൊരു ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡൈനിങ് ഹാൾ കൊടുക്കാം. അടുക്കളയിലേക്ക് കയറാനുള്ള വാതിൽ ഇവിടെ കൊടുക്കാം. അതായത് വടക്ക് പടിഞ്ഞാറിൽ കൊടുത്തു, ഇവിടെ ഡൈനിങ് ഹാൾ കൊടുത്തു. ഇപ്പോൾ നമുക്ക് പടിഞ്ഞാറ് ദർശനമായൊരു വീടിൻ്റെ അത്യാവശ്യം പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗേറ്റ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറിൻ്റെ ഇവിടെ നിന്ന് കൊടുക്കാം. അവിടെ കൊടുക്കാൻ നമുക്ക് സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ അളവെടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമുക്ക് ഗേറ്റ് കൊടുക്കാം. ഇതിൽ കാർ പോർച്ച് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം. സെപ്റ്റിക് ടാങ്ക് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം. വേസ്റ്റ് വാട്ടറിൻ്റെ ഒരു കുഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ നേരെ സെൻറ്റർ എടുത്തിട്ട് അതിന് അപ്പുറമോ ഇപ്പുറമോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി കൊടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മീനൻ രാശിയിലേക്ക് കൊടുക്കാം. അതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്, എന്നാലും ഈ ഭാഗത്ത് ഏകദേശം വരും. അങ്ങനെ മീനൻ രാശിയിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു വീട് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വാസ്തുപ്രകാരം
അത്യാവശ്യം കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ളൊരു വീടായി. അപ്പോൾ ഇങ്ങനെ ഒരു വീടിനെ നമുക്ക് പടിഞ്ഞാറ് ദർശനമായ ഒരു വീടിനെ സെറ്റ് ചെയ്യാം. എപ്പോഴും നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ചെയ്യണം. കാരണം നമ്മൾ ഇതിനകത്ത് പറയാത്തതും നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും ആ ഒരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ചെയ്യും. കാരണം ഒരു ഭവനം എന്ന് പറയുമ്പം 1-2 കൊല്ലത്തേക്കല്ല, നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഭവനം എപ്പോഴും നല്ലൊരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. എന്നാൽ ചോദിക്കും, കൺസൾട്ടനെ കാണിക്കാതെ എത്രയോ ഭവനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നേട്ടമില്ല. നേട്ടമില്ല എന്നുള്ളതല്ല പറയുന്നത്. നമ്മളങ്ങനെ കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.